ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആശ്വാസമാണ് അവിടെ ദേവസ്വം ബോർഡ് നൽകുന്ന അന്നദാനമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. വയറും മനസ്സും നിറയെ ആഹാരം കഴിച്ച് മല ഇറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ഭക്തരൊക്കെ അന്നദാന മണ്ഡപം വിട്ട് പോയി കാണാറുള്ളത്. 10,000-ലധികം പേരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുക. ഈ വർഷം നട തുറന്ന ശേഷം ശനിയാഴ്ച വരെ ഇവിടെ നിന്ന് 1,00,000-ലധികം പേര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ. 3 നേരമാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. രാവിലെ 6 മണി മുതൽ 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ്, ഉപ്പുമാവ്, കടലക്കറി, ചുക്ക് കാപ്പി, തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ നൽകും. ഉച്ചയ്ക്ക് 12-ന് തുടങ്ങുന്ന ഉച്ചഭക്ഷണം 3:30 വരെ നീളും. പുലാവ്, ദാൽ കറി, അച്ചാർ എന്നിവയാണ് ഉച്ചയ്ക്ക് വിളമ്പുന്നത്. വൈകിട്ട് 6:45 മുതലാണ് അത്താഴം. ഇത് നട അടയ്ക്കുന്നത് വരെ തുടരും. കഞ്ഞിയും പുഴുക്കുമാണ് അത്താഴമായിട്ട് നൽകുന്നത്. മാസപൂജയ്ക്കടക്കം നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമുണ്ട്. വളരെ വൃത്തിയോടുകൂടി ഭക്ഷണം നൽകുക എന്നുള്ളതും ഇവിടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. 235 ജീവനക്കാരാണ് ഇവിടെ ശുചീകരണത്തിനായിട്ടുള്ളത്. ഭക്തർ കഴുകി വയ്ക്കുന്ന പ്ലേറ്റും ഗ്ലാസും ഡിഷ് വാഷർ ഉപയോഗിച്ച് വീണ്ടും ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കും. ആളുകൾ കൂടുന്നതിനനുസരിച്ച്, തിരക്ക് കൂടുന്നതിനനുസരിച്ച് വിവിധ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപങ്ങളിൽ ഒന്നാണ് ശബരിമലയിലേത്. മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നാലെയാണ് അന്നദാന മണ്ഡപം. അപ്പോൾ ശബരിമലയിൽ എത്തുന്നവർ അവിടെ മറ്റ് ഹോട്ടലും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയ്യപ്പൻ്റെ അന്നദാന മണ്ഡപത്തിൽ തന്നെ ഒരു തവണയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.